ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കല്ലേ, അപ്പൊ ഇലക്ഷനെ കുറിച്ച് തന്നെ പറയാന്ന് വിചാരിച്ചു. ആ, ആദ്യ കാലങ്ങളിലൊക്കെ നമ്മള് ഇപ്പം അച്ഛൻ ഏത് പാർട്ടിയാണോ ആ പാർട്ടി തന്നെയായിരിക്കും അമ്മയും മക്കളും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ കോൺഗ്രസ് ആണെങ്കിൽ അമ്മയും മക്കളും എല്ലാം കോൺഗ്രസ് തന്നെ, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അങ്ങനെ തന്നെ, അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല. ഇപ്പൊ അച്ഛൻ പറയാണ് ഏതിന് വോട്ട്, മക്കളെ ഏതൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളത് അച്ഛന്മാരാണ് അന്നത്തെ കാലത്തൊക്കെ തീരുമാനിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, മക്കള് പറയും. അമ്മ അച്ഛനോട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോ അച്ഛന്റെ പഴയ രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ തന്നെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അമ്മ ഇതിനൊക്കെ വോട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഈ പാർട്ടിയാണ് ഇനി നമുക്ക് നല്ലത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമൊക്കെ വീടുകൾ വിട്ട് മക്കളൊന്നും ഒത്തിരി ദൂരേക്കൊന്നും പോകുന്നില്ല, വീട്ടിലെ അടുത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ജോലി. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ കുട്ടികൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തും അതുപോലെ തന്നെ പല ജില്ലകളിലും ഒക്കെ ജോലി ചെയ്ത് അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം അനുസരിച്ചാണ് അവർ പോവുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ പോലെ മോൻ ഇതിന് വോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വോട്ട് ചെയ്യില്ല. പിന്നെ അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഏതൊരു പാർട്ടിയുടെ കൂടെ നടക്കണവരോ ആ പാർട്ടിക്ക് ചെയ്യുമെന്ന് ഉള്ള കാര്യം പോലും സംശയമുള്ളൊരു സമയമായി ഇരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പാർട്ടിയിലെ കൂടെ നടന്ന് വോട്ട് പിടിക്കാൻ ഓരോ വീടുകളിൽ പോകുന്നുണ്ടെങ്കിലും ആ വോട്ട് പോലും ആ പാർട്ടിക്കാണോ എന്ന് അറിയാൻ പാടില്ല. ആ സ്ഥിതിയാണ് ഇന്നത്തെ രീതി. ശരിയല്ലേ?